ഗായ്സ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എടപ്പാളിലെ മറൈൻ മിറാക്കിൾ എന്ന് പറഞ്ഞ എക്സ്പോയിലാണ്. അപ്പം നമുക്ക് ഉള്ളിലൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് ടിക്കറ്റ് എടുക്കാനാണ്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് എൻട്രി പാസ് വരുന്നത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു കാശ്മീർക്ക് കയറി ചെന്ന പോലത്തെ ആംബിയൻസ് ആണ് കേട്ടോ. കാരണം സെൻട്രൽ എ സി ആണ്, നല്ല തണുപ്പും നല്ല സ്മെല്ലും. ശരിക്കും നമ്മൾ കാശ്മീരിൽ ചെന്ന എങ്ങനെയാണ് അതുപോലെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്നത് അക്വേറിയമാണ്. ഒരുപാട് ഫിഷ് ആയിട്ടുള്ള അക്വേറിയം. ശരിക്കും ഒരു കടലിൻ്റെ അടിയിൽ ചെന്നാൽ എങ്ങനെ അതെ ശരിയാണ്. നമ്മൾ ദുബായിലൊക്കെ പോയല്ല കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന സംഭവം. ഞാൻ ദുബായി പോയപ്പോഴും ഈ ഹോൾ, അതായത് കടലിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോയിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ പോണത്. അതെ അതേപോലെ ദുബായിലുള്ള അതേ ടൈപ്പിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സെറ്റപ്പോടെയാണ്. അതുപോലെ പിന്നെ അത് കഴിഞ്ഞ ഉടനെ വലിയ വലിയ മീൻ, ആരാമപ്പോയിൽ, അങ്ങനെ ഒരുപാട് മീനുകൾ, പേരറിയാത്ത ഒരുപാട് മീനുകൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയപ്പോൾ വാസിലിൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കാതെ. എന്താ ഞാൻ പറഞ്ഞത് തന്നെ. നിങ്ങളെ മാത്രമല്ല ഒരുവിധ ആണുങ്ങൾ തടിച്ചു കുടിക്കണത് ഈ മത്സ്യകന്യകനെ കാണാനായിട്ട്. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങളവിടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് കുട്ടികൾ എടുത്തിട്ട് ആണുങ്ങളെ നിൽക്കണതേ. പേരിൽ സീ പിടിക്കാലോ. അത് ഒരുപാട് ആണുങ്ങളാണ് ഈ മത്സ്യകന്യകനെ കാണാൻ തിരക്കൂട്ടുന്ന ആണുങ്ങളും കുട്ടികളും. 2 മത്സ്യകന്യക ഉണ്ടായിരുന്നു. 2 മത്സ്യകന്യക കണ്ടു. നല്ല രസമായിരുന്നു. ഭയങ്കര, അതായത് ഫുൾ എ സി കവർ ചെയ്ത ഹോളാണെങ്കിലും ഭയങ്കര ചൂടായിരുന്നു. കാരണം അത്രയും ക്രൗഡാണ്. ഈ മത്സ്യകന്യകയുടെ ഭാഗത്ത് നല്ല ക്രൗഡായിരുന്നു. അവിടുന്ന് വയർക്കായിരുന്നു നിന്നിട്ട്, അത്രയ്ക്ക് ക്രൗഡായിരുന്നു. അതെ, അവിടുന്ന് പിന്നെ നേരെ പുറത്തിറങ്ങിയ പിന്നെ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് ഒരുപാട് നൊസ്റ്റാൾജിക്ക് പഴയ തരം മിഠായികൾ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ. പിന്നെ പായസം, പാവ് ബജി, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ 4 പേര് എന്താ നോക്കി ചിരിക്കണമെന്നറിയോ? ഇവർ ഞങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി വന്നവരാണ് ഈ താത്താർ. പിന്നെ അത് കഴിഞ്ഞ് നേരെ പുറത്തേക്കാണ്. പുറത്താണ് പിന്നെ പ്ലേ ഏരിയ വരുന്നത്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ അവിടെ. ഷാഫിക്ക് ഒരുവിധം എല്ലാത്തിനും കയറി കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് മറ്റുള്ള സ്ഥലങ്ങളിലെ എക്സ്പോനെ സംബന്ധിച്ച് ഇവിടെ വലിയവർക്ക് ഉള്ള റൈഡിനാണെങ്കിൽ കൂടുതൽ റൈഡ് കുട്ടികൾക്കാണെന്ന് തോന്നി. പക്ഷേ ഞാൻ കയറിയതിൽ എനിക്ക് ഏറ്റവും പേടിയും എൻ്റർടൈൻമെൻറ്റും ചെയ്തത് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടാണ്. അതിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. കണ്ടോ, അതിൻ്റെ താഴത്തെ ഷോട്ടാണിത്. ഈ സാധനത്തിൻ്റെ പേരെന്താ? എന്തൊരു സംഭവത്തിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ്. അതെ, ഏറ്റവും ടോപ്പിൽ ഭയങ്കര വ്യൂ ആണ്. അടപ്പാളങ്ങാടി മൊത്തം കാണാടാ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കണ്ടോ, ആളുകൾ ചീറിപ്പൊളിക്കുക പേടിച്ചിട്ട്. ഞാനും എൻ്റെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ ചീറിപ്പൊളിക്കായിരുന്നു. എനിക്ക് ഫസ്റ്റൊക്കെ നല്ല രസമായി, പിന്നെ പേടി തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ ഭയങ്കര കാളല, പിന്നെ ഒമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ ആകെ ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാസിലാക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കാനായിരുന്നു. അതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എവിടെ ചെന്നാലും ഞാൻ ഇതാ തിന്നുള്ളൂ. പേരറിയില്ല, പക്ഷെ എനിക്കിത് തിന്നാൻ വേണം. പേര് തന്നെ ഉരുളങ്ങിഴങ്ങ് ചെത്തിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് മുക്കി പൊരിച്ചിട്ട് അതിന് സോസ് മയോണൈസും തേച്ച് തരുന്ന സാധനം തന്നെ എൻ്റെ പേര്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.